നമസ്കാരം സർ. പ്രിയൻ, നമസ്കാരം പ്രിയൻ. സർ, കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ചിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ, അതായത് ഈ പറയുന്ന കോക്രോച്ചുകൾ എന്ന് പറയുന്ന സംഘത്തിന്റെ ഒരു യോഗം വിളിച്ചു. യോഗത്തിന്റെ പൊതുപരിപാടിയായിട്ടാണ് വിളിച്ചത്. കൊച്ചി മറൈൻ ഡ്രൈവിലായിരുന്നു പൊതുയോഗമായിട്ട് വിളിച്ചിരുന്നത്. പക്ഷേ ഈ പറയുന്ന പരിപാടിക്ക് ഒരു മനുഷ്യനും എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ കോക്രോച്ചുകൾ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത പാകിസ്ഥാനികളടക്കം അവർ പോലും നാണം കെട്ടു എന്നുള്ളതാണ് ഇന്നലത്തെ സംഭവത്തിന്റെ രത്നച്ചുരുക്കം എന്നുള്ളത്. ഇത് പൊളിഞ്ഞടിയുകയല്ലേ സർ? അവര് സമ്മതിക്കില്ല, കോക്രോച്ചസ് സമ്മതിക്കില്ല അവര് തോറ്റു എന്നുള്ള വിവരം, അല്ലെങ്കിൽ ആരും വന്നില്ല എന്നുള്ള വിവരം അവര് സമ്മതിക്കില്ല. ഇപ്പൊ അവര് പറയുന്നത് അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സില് ഏതാണ്ട് 60% എങ്ങാണ്ട് പാകിസ്ഥാനിൽ നിന്നും 20-30% അമേരിക്കയിൽ നിന്നും ബാക്കി 10% താഴെയാണ് ഇന്ത്യ എന്നൊക്കെയുള്ളതാണ് കണക്ക് കണ്ടുപിടിച്ചത്. അവര് പറയുന്നതൊക്കെ തെറ്റ, അതൊക്കെ സംഘപരിവാറിന്റെ ആർഗ്യുമെന്റ്സ് ആണെന്നാണ് പറയുന്നത്. സംഘപരിവാറുമായിട്ട് എന്ത് ബന്ധം? നല്ല കാര്യമായി. ഇവർക്ക് രാഷ്ട്രീയ പാർട്ടി എന്താണ്, രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ പാടില്ല. കുറെ അനാർക്കിസ്റ്റിന് എന്താ മലയാളത്തിൽ നമ്മൾ പറയാം, അരാജകവാദികള്. ഈ ലൈംഗിക അരാജകത്വം, സാമൂഹ്യ അരാജകത്വം ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ നേതാവ് ഒടുവിൽ ഇരുന്നുകൊണ്ടാണ് ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അമേരിക്കയിൽ പോയിരുന്ന ഒരു വെബ്സൈറ്റ് പോർട്ടൽ ഉണ്ടാക്കി, അത് എന്താ പറയുന്നത്, അതില് ഇങ്ങനെ ഇന്ത്യക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാര് പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരും സ്വീഡനിലും നോർവേയിലും ഒക്കെയുള്ള കുറെ ക്രിസ്ത്യൻ മൗലികവാദികളും ഇതിനൊപ്പം വോട്ട് ചെയ്യും. കുറെ സൗദി അറേബ്യയിൽ നിന്നൊക്കെ വോട്ട് ചെയ്യും കുറെ ആൾക്കാര്. ഇന്ത്യയിൽ അതിനകത്ത് ആരും പോവില്ല. ഇവര് യഥാർത്ഥത്തിൽ ഇവർക്കൊരു പ്രത്യയ ശാസ്ത്രമുണ്ടോ? ഒന്നുമില്ല. ഒരു വാക്ക് ചീഫ് ജസ്റ്റിസിന്റെ വായിൽ നിന്ന് വീണു, ആ സെന്റൻസ് ഡിസ്റ്റോർട്ട് ചെയ്തു, വളച്ചൊടിച്ച്, മിസ്ഇന്റർപ്രറ്റ് ചെയ്തു, തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ് അവർ ഈ ആർഗ്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വഞ്ചനയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഈ കോക്രോച്ചസ് ജനതാ പാർട്ടി. അത് അതേപോലെ തകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ കേരളത്തിലൊക്കെ കുറെ ആക്ടിവിസ്റ്റുകൾ ഉണ്ടല്ലോ. ചുംബന സമരം നടത്തിയപ്പോ കുറെ പേര് ചുംബന സമരത്തിൽ പങ്കെടുക്കാനായിട്ട് മറൈൻ ഡ്രൈവിലോ എവിടെയാണ്ട് കൂടിയിരുന്നു അത്ര. അപ്പൊ ഞാൻ അറിയുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്, സാമൂഹ്യ ഇത് നടക്കണം. അവരും അവിടെ ചുംബന സമരത്തിൽ പങ്കെടുത്ത് ചുംബിക്കുകയൊക്കെ ചെയ്ത് 1/2 മണിക്കൂർ തുടർച്ചയായിട്ട്. നോൺസെൻസ്. കാരണം അവർക്ക് വീട്ടിൽ ചെയ്യേണ്ട കാര്യം പരസ്യമായിട്ട് എറണാകുളം മറൈൻ ഡ്രൈവ് ചെയ്യുന്നതും, എറണാകുളം മറൈൻ ഡ്രൈവിൽ ചെയ്യേണ്ട കാര്യം രഹസ്യമായിട്ട് വീട്ടിൽ ചെയ്യേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ നാട് നന്നാവുമോ? അവർക്കൊരു രാഷ്ട്രീയ പാർട്ടി ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ലോഞ്ച് ചെയ്യാം. ജനതാ പാർട്ടിയോ BJPയോ ഒക്കെ ലോഞ്ച് ചെയ്ത പോലെ ഒരു എന്താ പറയുന്ന പ്രത്യയശാസ്ത്രം ഉണ്ടാക്കി ജനങ്ങളിൽ നിന്ന് എന്താ പറയുന്ന ആൾക്കാരെ അതിനകത്തേക്ക് ക്ഷണിച്ച് വിളിച്ചുകൂട്ടി അങ്ങനെ സമരങ്ങളും ഇതൊക്കെ സംഘടിപ്പിച്ച് നടത്താം. അതല്ലാണ്ട് പോർട്ടൽ വഴി സംഗതി ഓടില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ വാർത്താ പോർട്ടലുകളുണ്ട്. പ്രിയനറിയില്ലേ, ദ വയർ എന്നൊക്കെ പറഞ്ഞ പോർട്ടലുകളുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ പ്രധാന എന്താ പറയുന്ന ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള TV ചാനൽസും പത്രങ്ങളുമാണ്. അവര് ഈ പോർട്ടലിൽ എന്തെങ്കിലും ഒരു സെൻസേഷണൽ സ്റ്റോറി, അതിന്റെ യാഥാർത്ഥ്യം ഒന്നും ആർക്കും അറിയില്ല. ഒറിജിനൽ ഈ പറഞ്ഞ പോലെ പിതൃശൂന്യ പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവരെ കേട്ടതും ഇവിടെ കേട്ടതും കൂട്ടിച്ചേർത്തൊരു വാർത്ത ഉണ്ടാക്കി എഴുതും. ആ വാർത്ത നമ്മുടെ ഗവൺമെന്റിനെതിരാണെങ്കിൽ, അതായത് നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരാണെങ്കിൽ അത് നമ്മുടെ ചാനലുകളും പത്രങ്ങളും ധരിപ്പിച്ചു കാട്ടി എഴുതും. അതാണ് അവരുടെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ചെറിയ ഒരു പോർട്ടൽ തുടങ്ങാനുള്ള എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. ഈ കുറെ തന്നെ ഉണ്ട് അതേപോലത്തെ. ഇന്ത്യൻ എക്സ്പ്രസിന്റെ പഴയ എഡിറ്ററായിരുന്ന ശേഖർ ഗുപ്തയ്ക്ക് മനസ്സിലായി ഇന്ത്യൻ എക്സ്പ്രസിന്റെ സർക്കുലേഷനൊക്കെ കുറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. എന്നാ പിന്നെ ഈ പോർട്ടൽ വഴിയാവുമ്പോ വാർത്ത ഇട്ടാൽ മതി. അപ്പൊ ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും സമാചാരവും അത് ഇവരൊക്കെ ഇത് കുത്തി പൊക്കി പ്രോപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ബെനിഫിഷ്യറി. അപ്പൊ അതിന്റെ ഒരു ഫൈനൽ എക്സാമ്പിളാണ്, ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് കോക്രോച്ചസ് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ കോക്രോച്ചസ് ശരിക്കും അവരുടെ പേര് തന്നെ അറിയാൻ പാടില്ല. ഇപ്പൊ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അതിന്റെ ചിഹ്നം എന്താ? ചൂലാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചൂല് കളി കണ്ടുകൊണ്ട് പോവുമോ? പ്രിയം പറ, ഈ ഒരു ആള് ചൂലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതൊരു നല്ല ശകുനമല്ല, കാണാൻ കൊള്ളാത്ത ശകുനം എന്നാ പറയുന്നത് ചൂലിന്. ചൂല് അടിച്ചു വരാനുള്ളതാണ്, വൃത്തികേടായിട്ടുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി ദൂരെ വെക്കാനുള്ളതാണ്. ചൂല് തൊട്ട് അപ്പൊ കൈ കഴുകണം. ശ്രദ്ധിച്ചിട്ടില്ലേ?
നമ്മളൊക്കെ വീട്ടിൽ ചൂലെടുത്ത് ക്ലീൻ ചെയ്യും, ഉടനെ തന്നെ കൈ എന്നിട്ട് സോപ്പിട്ട് കഴുകും ചൂല് എടുത്തത് കാരണം. അതേപോലെയാണ് കോക്രോച്ചസിനെ ഇത്രയും വൃത്തിയായിട്ട ഒരു ജീവി വേറെ ഒരിടത്തുമില്ല. നമ്മൾ ചില അതെ, നമ്മുടെ വാർത്താവതാരകരെ പലരെ കണ്ടാലും കോക്രോച്ചസിന്റെ ഛായയാണ്, പാറ്റകളുടെ ഛായയാണ്. പലരെയും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ഒരു ഇതുണ്ട്, കോൺസ്റ്റിപ്പേറ്റഡ് കോക്രോച്ചസ്, മലബന്ധം പിടിച്ച കോക്രോച്ചസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതേപോലെ ഇത് ഒരു പ്രതിഭാസം എന്ന് മാത്രമേ ഉള്ളൂ. വൺ ഡേ വണ്ടർ അതാണിത്. പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങള് അതിനെ കുറിച്ച് എന്തെങ്കിലും വാർത്ത കിട്ടിയാൽ ഒന്നിനൊന്ന് ബ്ലോക്ക് ചെയ്ത് പെരുപ്പിച്ച് അങ്ങനെ എഴുതും, അത് അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കിട്ടിയ പബ്ലിസിറ്റി ആയത്. ഉത്തരേന്ത്യയിൽ ഈ സാധനം താഴത്തെ 2 ദിവസം കൊണ്ട് തകർന്നു. ഇപ്പൊ ഒരു TV ചാനൽസും അവരെ കാണിക്കാറില്ല, കേരളത്തിലേക്ക് എത്തിയിട്ടില്ല ആ കാര്യം. നമ്മുടെ പത്രക്കാർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ബുദ്ധി ഒരു 10-30 മിനിറ്റ് പുറകോട്ടാന്ന് തോന്നുന്നു. അപ്പൊ അത് കാരണം സമയമെടുക്കും. ഇറ്റ് വിൽ ഡൈ എ നാച്ചുറൽ ഡെത്ത്. ഈ പണ്ട് ആം ആദ്മി പാർട്ടി തുടങ്ങിയപ്പോഴും ഇതുപോലെ ആയിരുന്നല്ലോ. അതിന്റെ കുരങ്ങിൽ ഇപ്പൊ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. ഡൽഹിയിലൊന്നും പച്ച പിടിക്കാത്ത കാരണം ഇപ്പൊ പഞ്ചാബിലേക്ക് പോയേക്കാണ്. പഞ്ചാബിൽ നിന്ന് പലയിടത്തും നോക്കാൻ നോക്കിയിട്ട് പച്ചവെള്ളമാവും കുറച്ച്. പഞ്ചാബിൽ അവർക്ക് എന്തോ സീറ്റ് കിട്ടി, മുനിസിപ്പൽ ഇലക്ഷനിൽ എന്തോ സീറ്റ് കിട്ടിയെന്ന് തോന്നുന്നു. അത് വെച്ചിപ്പോ അടുത്ത വർഷം ഇന്ത്യ പിടിക്കാന്നുള്ള ധാരണയിലാണ് അവർ ഇരിക്കുന്നത് മുഴുവന്. അവരെ പറ്റിയിട്ട് അറിയണമെങ്കിൽ ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ഉയർച്ചയും വീഴ്ചയും എന്ന് പറഞ്ഞത് ശ്രീ അയ്യർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അത് ചെറിയ പുസ്തകമാണ്, ഞാൻ 130-140 പേജൊക്കെ ഉള്ളു. ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെയും അതിന്റെ നേതൃത്വ നിലയിലുള്ളവരുടെയൊക്കെ എന്താ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോ ഈ നമ്മുടെ ഒരു ലുക്ടാപ്പി ഉണ്ടല്ലോ, ഡോക്ടർ ലുക്ടാപ്പി സമരം നടത്തുമ്പോ കാട്ടിക്കൂടുന്ന കണ്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, SFIക്കാരുടെ DYFIക്കാരുടെ പ്രകടനത്തിന് നേരെ വാട്ടർ കാനൻ ചീറ്റുമ്പോ അവർ കാണിക്കുന്ന. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് SFIക്കാർക്കും DYFIക്കാർക്കും ഇത്രമാത്രം പിള്ളേരെ കിട്ടണമെന്ന്. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും വേണമെങ്കിൽ എന്താ പറയാവുന്നത്, ഒരു മാർഗ ദീപമാക്കാവുന്നതാണ്. അതിനെ ഫോളോ ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പറയുന്നത് പിടിച്ചറിയും. ജനങ്ങൾ മണ്ടന്മാരല്ല പ്രിയൻ, ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ. പണ്ടത്തെ പോലെ ഈ കച്ചവടം നടക്കില്ല എന്ന് മനസ്സിലായിരുന്നു ഇവർക്ക്. അതായത് ഈ പറയുന്ന കോക്രോച്ച് പാർട്ടിക്ക് കിട്ടിയ അടി എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കും കൂടെ കിട്ടിയ അടിയല്ലേ? സംശയമുണ്ടോ? നല്ല കാര്യമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല എന്ന് ജനങ്ങൾ തന്നെ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും TV ചാനലുകള് ഈ മറൈൻ ഡ്രൈവിലെ കോക്രോച്ചുകളുടെ സമ്മേളനത്തിനെ കുറിച്ച് വിഷ്വൽസ് കാണിച്ചിട്ടില്ലായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. ആരും കാണിക്കില്ല. കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അവിടെ പോയി നേതാക്കന്മാര് പോയി നടന്നു നിൽക്കണ ആരും ഇല്ലാത്ത അണികളെ അന്വേഷിച്ച് നേതാക്കന്മാർ എന്നുള്ള ഹെഡ് ക്യാപ്ഷനിൽ ഒരു ഫോട്ടോ കൊടുക്കാമായിരുന്നു. വേണമെങ്കിൽ ഒരു മനുഷ്യൻ പോലും വന്നില്ല എന്നാണ്, ഒറ്റ ആള് പോലും എത്തിയില്ല. പാറ്റകളല്ലേ, പേടിയാവും ആൾക്കാർക്ക്. വല്ല സൂക്കേടൊക്കെ പകർത്താലോ വിചാരിച്ചു. ഇനിയിപ്പോ വേണമെങ്കിൽ പറയും BJPക്കാർ അവിടെ കൊണ്ട് നാഫ്തലിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. നാഫ്തലിനല്ലേ പാർട്ടി കുടിക്കുക, അതുകൊണ്ട് വെറുതെ പാർട്ടികൾ വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ആൾക്കാർ വരാഞ്ഞെന്ന് വേണേൽ പറയും വേണമെങ്കിൽ. അതിന് മടിയില്ലാത്തവരാണ് ഈ പാർട്ടികള്. അതെ, ഏതായാലും വലിയ കൊട്ടിഘോഷിച്ച് വന്ന പരിപാടിയൊക്കെ തകർന്നടിഞ്ഞിട്ടുണ്ട്. ഇനി ഇവർക്ക് കളിക്കാൻ പറ്റിയ ഇടമല്ല ഭാരതം എന്നുകൂടി മനസ്സിലായി കാണും. പക്ഷെ അവര് ഈ പാറ്റ എന്ന് പറയുന്ന പാർട്ടിക്കാര് വേറൊരു പേരില്ലേ, കൂറ എന്ന് പറഞ്ഞൊരു പാർട്ടിയായിട്ട് അടുത്ത ദിവസം വരില്ല. എത്ര കിട്ടിയാലും അവർക്ക് നാണക്കേട് എന്ന് പറയുന്നത് ഇല്ല അവർക്ക്, മനസ്സിലായില്ലേ? എത്ര തോറ്റാലും കോൺഗ്രസ് എന്താ പറയുന്ന CPM പാഠം പഠിക്കില്ലല്ലോ. ഇപ്പോഴും പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാ CPM എന്നാണ് ബേബി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ശരിയാണ്. ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലവട്ടപ്പനാണ് ബേബി എന്ന് പറയുന്ന ആളെ. അവരിങ്ങനെ നടക്കുക. ഇപ്പൊ ആരെങ്കിലും ചെയ്യോ? വീണയുടെ വീട് റെയ്ഡ് ചെയ്തതിന് ഇയാൾ കയറിയിട്ട് ഡൽഹിയിൽ പ്രകടനം നടത്തുക. കുറെ നാളായി മൂപ്പരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ ഇന്ന് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും വാർത്തയിൽ കയറി പറ്റാലോ എന്ന് വിചാരിച്ചു. പാവം അയാളുടെ വാർത്തയൊന്നും ഒരു വിലയില്ല.
ഇപ്പൊ ആരും പറഞ്ഞു കേട്ടു ഡൽഹിയില് അയാളുടെ വീട് അന്വേഷിച്ചിട്ട് പോയിരിക്കുന്ന ആർക്കും അറിയാൻ പാടില്ല. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ വീട് അഡ്രസ്സൊക്കെ കാണിച്ചു. ഞങ്ങളൊന്നും അറിയില്ല എന്ന്. പണ്ട് ഇതുപോലെ ചങ്ങാതിയുണ്ടായിരുന്നു. കിസാൻ സഭയുടെ പ്രസിഡന്റോ സെക്രട്ടറിയേറ്റ് ആയിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു അയാള്. രാമേന്ദ്രൻ നായരോ രാമേന്ദ്രൻ പിള്ള SRP എന്നാ വിളിക്കുന്നത്, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പിള്ള. അയാള് ഡൽഹിയിലൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അയാളെ അന്വേഷിച്ച് കേരളത്തിൽ നിന്ന് വലിയ ആൾക്കാരെ SRP സാറിനെ കാണാനായിട്ട് വന്നു. പലരോടും ചോദിച്ചു ആ ബിൽഡിങ്ങിന്റെ അടുത്ത്. അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഏതൊരു സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്ത് ചോദിച്ചപ്പോഴാ പറഞ്ഞു, ഒരു കിളവനാണോ ഒരു ബാഗും പിടിച്ചോണ്ട് നേരം വിളിച്ചാകുമ്പോ വരി വിളിച്ചാകും, അത് കഴിഞ്ഞ് ഊണും കഴിച്ചിട്ട് ഇറങ്ങി പോണതാണോ, അയാളായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ ഇതുപോലുള്ള ചാപ്പാട്ടിരാമന്മാരാണ് മറ്റേ രാഷ്ട്രീയ പാർട്ടികൾ. യു ഹാവ് ടു വർക്ക് ഹാർഡ്, യു ഹാവ് ടു വർക്ക് ഹാർഡ്, യു ഹാവ് ടു റീഡ് എ ലോട്ട്, യു ഹാവ് ടു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. അതല്ലാണ്ട് ഈ പാർട്ടിയും കൂതറയും കൂറയൊന്നും പറയുന്നത് നടന്നിട്ട് യാതൊരു കാര്യമില്ല. അതെ, വാസ്തവമാണ്. വളരെയധികം നന്ദി സാർ പ്രതികരിച്ചു. ഓക്കെ. താങ്ക് യു.